നിങ്ങൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും ജീവിതത്തിൽ ചില തടസ്സങ്ങൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ടോ? ഒരു കാരണവുമില്ലാതെ മനസ്സ് അസ്വസ്ഥമാവുക, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അവസാന നിമിഷം തകർന്നു പോവുക, ഇതിനെയെല്ലാം നമ്മൾ വെറും നിർഭാഗ്യം എന്ന് വിളിച്ച് തള്ളിക്കളയണോ? നമുക്ക് ചുറ്റുമുള്ളവരുടെ നിഗൂഢമായ ആ നോട്ടങ്ങൾക്കും ചിന്തകൾക്കും നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ കഴിയുമോ? അതെ, ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങൾ ഭയക്കുന്ന ആ പ്രതിഭാസം, കണ്ണേറ് അഥവാ ഈവിൽ ഐ. ഇന്ന് മാസ്റ്റർ മൈൻഡ് മലയാളമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രവും ആത്മീയതയും ഒരുപോലെ പറയുന്ന ഈ നെഗറ്റീവ് എനർജിയെ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ അതിജീവിക്കാമെന്നാണ്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴിയിലെ അദൃശ്യമായ തടസ്സങ്ങൾ നമുക്കിന്ന് നീക്കം ചെയ്യാം. മറ്റുള്ളവരുടെ അസൂയ കലർന്ന നോട്ടങ്ങൾ നിങ്ങളെ ബാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടുകയല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ നിയമമായ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ കണ്ണേറിനെ പ്രതിരോധിക്കാം. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ഒരു മാസ്റ്റർ മൈൻഡാണ്. അതിനെ പോസിറ്റീവായി നിലനിർത്തിയാൽ ലോകത്തിലെ ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ തളർത്താനാവില്ല. വിജയങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ടതിന്റെ രഹസ്യം. എന്തുകൊണ്ട് നിങ്ങളുടെ വിജയങ്ങൾ രഹസ്യമാക്കി വെക്കണം? നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം വരുമ്പോഴോ പുതിയൊരു കാര്യം തുടങ്ങുമ്പോഴോ അതെല്ലാവരോടും വിളിച്ചു പറയാൻ നമുക്ക് വലിയ തിടുക്കമായിരിക്കും. എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ പരീക്ഷിച്ച് വിജയിച്ചവർ പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നതുവരെ അത് രഹസ്യമാക്കി വെക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇതിന് പിന്നിൽ ശക്തമായ 2 കാരണങ്ങളുണ്ട്. 1. ഊർജത്തിന്റെ ചോർച്ച, എനർജി ലീക്ക്. നിങ്ങൾ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ ആ ലക്ഷ്യം പൂർത്തിയായതുപോലെയുള്ള ഒരു സംതൃപ്തി, പ്രിമേച്ചർ സെൻസ് ഓഫ് കംപ്ലീഷൻ നിങ്ങളുടെ തലച്ചോറിന് ലഭിക്കുന്നു. ഇത് ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള നിങ്ങളുടെ യഥാർത്ഥ ഡ്രൈവ് അല്ലെങ്കിൽ ഊർജം കുറയ്ക്കാൻ കാരണമാകുന്നു. 2. കളക്റ്റീവ് നെഗറ്റീവ് എനർജി, ദ ഈവിൽ ഐ എഫക്റ്റ്. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ കേൾക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല. അവരുടെ ഉള്ളിലുണ്ടാകുന്ന ചെറിയൊരു അസൂയയോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന സംശയമോ പോലും ഒരു നെഗറ്റീവ് വൈബ്രേഷനായി നിങ്ങളുടെ ലക്ഷ്യത്തിന് ചുറ്റും തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഇതിനെയാണ് നമ്മൾ കണ്ണേറ് എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ പ്രാനിക് എനർജി ബാധിക്കാതിരിക്കാൻ നിങ്ങളുടെ ഐശ്വര്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. വിത്മണ്ണിനടിയിൽ കിടന്ന് ആരും കാണാതെ വളരുന്നത് പോലെ നിങ്ങളുടെ സ്വപ്നങ്ങളും വളരട്ടെ. അവ തണലേകുന്ന വൃക്ഷമായി തീരുമ്പോൾ ലോകം തനിയെ അറിഞ്ഞുകൊള്ളും. ഇനി നമുക്ക് 2ാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക. എന്താണ് ഈ വൈബ്രേഷൻ? പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും നമ്മുടെ ചിന്തകൾ പോലും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് എനർജിയുടെ പ്രവർത്തനം. കണ്ണേറ് അല്ലെങ്കിൽ അസൂയ എന്നത് കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള ലോ വൈബ്രേഷൻ ഊർജമാണ്. നിങ്ങൾ ഭയത്തിലോ സംശയത്തിലോ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷനും താഴുന്നു. ആ സമയത്താണ് പുറത്തുനിന്നുള്ള നെഗറ്റീവ് എനർജിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുളച്ചു കയറാൻ എളുപ്പമാകുന്നത്. ഒരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നത് പോലെയാണത്. നിങ്ങൾ നെഗറ്റീവ് ഫ്രീക്വൻസിയിലാണെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. പ്രതിരോധം എങ്ങനെ തീർക്കാം? നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക എന്നതാണ് ഇതിനുള്ള ഏക വഴി. അതിനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ കൃതജ്ഞത. ഒരു വ്യക്തി നിങ്ങളെ ദേഷ്യത്തോടെയോ അസൂയയോടെയോ നോക്കുമ്പോൾ പകരം നിങ്ങൾ ഉള്ളിൽ സന്തോഷം നിറയ്ക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് ഊർജം നിങ്ങളെ സ്പർശിക്കാതെ തിരിച്ചുപോകും. ഇരുട്ടുള്ള മുറിയിൽ ഒരു മെഴുകുതിരി തെളിച്ചാൽ ഇരുട്ടില്ലാതാകുന്നത് പോലെ നിങ്ങളുടെ പോസിറ്റീവ് വൈബ്രേഷൻ ഒരു ഓറ ആയി നിങ്ങൾക്ക് ചുറ്റും ഒരു കവചം തീർക്കുന്നു. ഈ അവസ്ഥയിൽ ഒരാൾ എത്ര കടുത്ത രീതിയിൽ നിങ്ങളെ നോക്കിയാലും അവരുടെ ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഈ പ്രകാശവലയത്തിൽ തട്ടി തകർന്നു പോകും. അതുകൊണ്ട് ഓർക്കുക, നിങ്ങളുടെ സന്തോഷം വെറുമൊരു വികാരമല്ല, അത് നിങ്ങളുടെ ഏറ്റവും വലിയ സുരക്ഷാ കവചമാണ്. എപ്പോഴും സന്തോഷമായിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. അത് നിങ്ങളെ അജയ്യനാക്കും. പ്രബലമായ അഫർമേഷൻസ്, പവർ ഓഫ് പ്രൊട്ടക്ഷൻ അഫർമേഷൻസ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ ഘട്ടം, പ്രതിരോധ അഫർമേഷൻസ്. നമ്മുടെ വാക്കുകൾക്ക് പ്രപഞ്ചത്തെ ചലിപ്പിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് ലോ ഓഫ് അട്രാക്ഷൻ വ്യക്തമാക്കുന്നു. നിങ്ങൾ എനിക്ക് കണ്ണേറ് കിട്ടുമെന്ന് ഭയപ്പെടുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ആ നെഗറ്റീവ് എനർജിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ, സബ് കോൺഷ്യസ് മൈൻഡ് പുനർനിർമ്മിക്കാനുള്ള ശക്തി ഈ വാക്കുകൾക്കുണ്ട്. കണ്ണേറിനെ ഭയപ്പെടുന്നതിന് പകരം നിങ്ങൾ ദൈവികമായി സംരക്ഷിക്കപ്പെട്ടവനാണെന്ന് സ്വയം പ്രഖ്യാപിക്കൂ. ദിവസവും ഉറങ്ങുന്നതിന് തൊട്ടു മുൻപും രാവിലെ ഉണർന്ന ഉടനെയും പൂർണ്ണ വിശ്വാസത്തോടെ ഈ മന്ത്രങ്ങൾ ആവർത്തിക്കുക. പ്രപഞ്ചത്തിന്റെ അനന്തമായ സംരക്ഷണം എപ്പോഴും എനിക്ക് ചുറ്റുമുണ്ട്. എന്റെ വളർച്ചയും ഐശ്വര്യവും ഒരു ദിവ്യ കവചത്താൽ സുരക്ഷിതമാണ്.
മറ്റുള്ളവരുടെ അസൂയ കലർന്ന ചിന്തകൾ എന്നെ സ്പർശിക്കാതെ തന്നെ ഇല്ലാതാകുന്നു. ഞാൻ പോസിറ്റീവ് എനർജിയുടെ കേന്ദ്രമാണ്. എന്നിലേക്ക് വരുന്നത് നന്മകൾ മാത്രം. നിങ്ങൾ ഈ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭയം മാറുകയും പകരം ഒരു ആത്മവിശ്വാസം രൂപപ്പെടുകയും ചെയ്യും. ഈ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മാന്ത്രിക മതിൽ. നിങ്ങൾ സുരക്ഷിതനാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിനെ ഒരു മാസ്റ്റർ മൈൻഡ് ആക്കി മാറ്റുക. നിങ്ങൾ പൂർണ്ണമായും സംരക്ഷിതനാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതെല്ലാം വെറും യാദൃശ്ചികതകൾ മാത്രമാണെന്നാണോ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ആ ശക്തികളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? സൂക്ഷിക്കുക. പ്രപഞ്ചം നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില രഹസ്യങ്ങൾ വെളിച്ചത്ത് വരാനിരിക്കുന്നതേയുള്ളൂ. നിഗൂഢതകളുടെ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ആ സത്യങ്ങൾ നിങ്ങളെ തേടിയെത്താൻ മാസ്റ്റർ മൈൻഡ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അറിയേണ്ട പലതും നിങ്ങളിൽ നിന്ന് മറയ്ക്കപ്പെട്ടേക്കാം. മനസ്സിനെ ഉണർത്തുക, ജീവിതത്തെ മാറ്റിമറിക്കുക. അടുത്ത നിഗൂഢതയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ. നന്ദി.